അസ്സലാമലൈക്കും, വെൽക്കം ടു മൈൻ ഹെന്ന. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആഫ്റ്റർ കെയർ ബാം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു DIY കിറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് യെല്ലോ ബീസ് വാക്സ് ആണ്. അൺറിഫൈൻഡ് ആയിട്ടുള്ള ഷിയ ബട്ടർ ഉണ്ട്. അതുപോലെ തന്നെ മൈൻ ഹെന്നയുടെ സിഗ്നേച്ചർ കാരിയർ ഓയിലും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കിറ്റിൽ 15 ബാം കണ്ടെയ്നേഴ്സാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ബാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലൊരു 2 കപ്പ് വെള്ളം ചൂടാക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലാസ് ബൗളാണ്. സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സോ വെക്കുമ്പോൾ അതെപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ബൗളായിരിക്കണം. ഇനി നമുക്ക് ഈ ഷിയ ബട്ടറും ബീസ് വാക്സ് എല്ലാം ഈ ഗ്ലാസ് ബൗളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇടാം. അതിനുശേഷം കാരിയർ ഓയിലും ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട ബൗള് നേരെ ഈ ചൂടായ വെള്ളത്തിലേക്കാണ് വെക്കാൻ പോകുന്നത്. അപ്പം നല്ല ചൂടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വെക്കണം. എൻ്റെ അടുത്ത് ഈ സ്റ്റീൽ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഗ്ലാസ് ബൗളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് മെൽറ്റായി വരും. അപ്പോഴത്തേക്കും നമുക്ക് ബാം കണ്ടെയ്നേഴ്സ് എല്ലാം റെഡിയാക്കി വെക്കാം. ഏകദേശം 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാമിൻ്റെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ബാം കണ്ടെയ്നേഴ്സിലേക്ക് ഫില്ല് ചെയ്യണം. ഞാനിവിടെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് കണ്ടെയ്നേഴ്സൊക്കെ ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസിന് വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ കുറച്ചങ്ങ് മറന്നുപോയി. ഇന്ന് ശരിക്കും എനിക്ക് കിട്ടിയത് 13 ബാംസ് ആണ്. നോർമലി എനിക്ക് 15 ബാം തന്നെ കിട്ടാറുണ്ട്. പക്ഷേങ്കിൽ എന്താണെന്നറിയില്ല, ഇന്ന് 13 ബാംസേ കിട്ടിയിട്ടുള്ളൂ. കുഴപ്പമില്ല, 2 കണ്ടെയ്നേഴ്സ് നമുക്ക് അടുത്ത ബാച്ചിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ ലിക്വിഡ് സെറ്റ് ആവാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. കൂടുതൽ അട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ബ്രാൻഡ് സ്റ്റിക്കേഴ്സ് ഈ ലിഡിൻ്റെ മേലെ ഒട്ടിച്ചാൽ നല്ലതായിരിക്കും. ഇതുപോലെ നമ്മൾ ലിഡിൻ്റെ മേലെ നമ്മളെ ബ്രാൻഡ് സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. ഈ വീഡിയോയിൽ ഞാൻ ഈ ബാം എങ്ങനെ യൂസ് ചെയ്യുന്നത്, പിന്നെ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അവസാനം വരെ എന്തായാലും എല്ലാവരും കാണണം. പിന്നെ ഹെന്ന റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മൈൻ ബ്രൈഡൽ ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്. ഫോളോ ചെയ്യാത്ത ആൾക്കാർ എന്തായാലും ഫോളോ ചെയ്യണം. ഇത് മൈൻ ഹെന്നയുടെ ഫ്രഷ് ആയിട്ടുള്ള സ്റ്റെയിനാണ്, ഫസ്റ്റ് ഡേ സ്റ്റെയിൻ. നമ്മൾ ഈ ആഫ്റ്റർ കെയർ ബാം ഈ സ്റ്റെയിനിൻ്റെ മേലെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കുറേ പേർക്ക് ഭയങ്കര ഡൗട്ടുണ്ട്, മൈലാഞ്ചി ഇട്ടതിൻ്റെ മേലെയാണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് സ്റ്റെയിനിൻ്റെ മേലെയാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രൈഡ്സെല്ലാണെങ്കിലും മൈലാഞ്ചി റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ദിവസം 3-4 പ്രാവശ്യം അപ്ലൈ ചെയ്താൽ വളരെ നല്ലതാണ്.
ഇനി കുറേ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട് ബാം എവിടെ സ്റ്റോർ ചെയ്യുന്നുള്ളതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാംസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിലാണ്. അതൊരു 5-6 മാസം വരെയെല്ലാം ഒരു കേടും കൂടാതെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിച്ചു. ഇൻഷാല്ലാ ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.